10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ സെക്ഷലി അബ്യൂസ് ചെയ്യാനായിട്ട് മറ്റൊരു കുട്ടിക്ക് 100 രൂപയുടെ കൊട്ടേഷൻ കൊടുക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. 100 Days 100 Crime Stories ഡേ നമ്പർ 8. പൂനെയിലുള്ള ഒരു പ്രമുഖ സ്കൂളിലാണ് ഈ ഒരു സംഭവം നടന്നത്. എക്സാമിന് ശേഷം പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് എല്ലാ കുട്ടികളുടെയും കയ്യിൽ കൊടുത്തുവിട്ടു. എന്നാൽ ഇതിലെ പ്രതിയായിട്ടുള്ള കുട്ടിക്ക് മാർക്ക് കുറവായതുകൊണ്ട് അവനത് വീട്ടിൽ കാണിച്ചില്ല. മാത്രമല്ല അച്ഛന്റെ ഒപ്പ് അവൻ തന്നെ ഇട്ട് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇവൻ ചെയ്ത ഈ ഒരു കാര്യം ആ ഒരു ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി കാണുകയും അവൾ അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് അവൻ ഇവളോട് മോശമായിട്ട് പെരുമാറുകയും ആ പെൺകുട്ടി നേരെ പോയിട്ട് അവളുടെ ക്ലാസ് ടീച്ചറിനോട് ഈ ഒരു സംഭവം പറയുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിനെ തുടർന്നുണ്ടായ വൈരാഗ്യത്തിലാണ് ഈ ഒരു 10ാം ക്ലാസ്സുകാരൻ തങ്ങളുടെ കൂടെ പഠിക്കുന്ന മറ്റൊരു കുട്ടിക്ക് 100 രൂപയുടെ ഒരു കൊട്ടേഷൻ കൊടുത്തത്. അതും ഈ ഒരു പെൺകുട്ടിയെ സെക്ഷലി അബ്യൂസ് ചെയ്യാനും അതിനുശേഷം കൊന്നുകളയാനും വേണ്ടിയിട്ട്. എന്നാൽ ഈ ഒരു കുട്ടിയുടെ വായിൽ നിന്നും ഈ ഒരു സംഭവം മറ്റു കുട്ടികൾ അറിയുകയും അവസാനം ഈ ഒരു സംഭവം ആ ഒരു ക്ലാസ് ടീച്ചറിന്റെ കാതിലെത്തുകയും ചെയ്തു. എന്നാൽ ക്ലാസ് ടീച്ചറും മറ്റൊരു ടീച്ചറും അവിടുത്തെ പ്രിൻസിപ്പാളും കൂടി ചേർന്നിട്ട് ഈ 2 ആൺകുട്ടികൾക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആ ഒരു പെൺകുട്ടിയെ മെന്റലി ഹരാസ് ചെയ്യുകയാണ് ഉണ്ടായത്. അതായത് ഈ ഒരു സംഭവം ആരോടും പറയരുതെന്നും അഥവാ വീട്ടിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അറിയിച്ചു കഴിഞ്ഞാൽ അവളുടെ കരിയർ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുമെന്നുമായിരുന്നു ഈ ഒരു പ്രിൻസിപ്പാളും 2 ടീച്ചേഴ്സും ചേർന്നിട്ട് ഈ ഒരു പെൺകുട്ടിയോട് പറഞ്ഞത്. പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തിയിരുന്ന ആ ഒരു പെൺകുട്ടി മാനസികമായിട്ട് തകരുകയും അവൾ പഠിത്തത്തിൽ പിന്നോക്കം പോവുകയും ചെയ്തപ്പോഴാണ് വീട്ടുകാർ ഈ ഒരു കാര്യം അന്വേഷിക്കുന്നതും അവരോട് ഈ ഒരു പെൺകുട്ടി കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അങ്ങനെ പോലീസ് കേസെടുക്കുകയും അവിടുത്തെ ഒരു പ്രിൻസിപ്പാളിനെയും ക്ലാസ് ടീച്ചറിനെയും മറ്റേ ഒരു ടീച്ചറിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.